സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ വാങ്ങിയ പുതിയ പെട്ടിയാണ് ഇത് കേട്ടോ. ഇവിടുന്ന് നമ്പർ ലോക്കൊക്കെ സെറ്റ് ചെയ്താണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും നമ്പർ ഞാൻ മറന്നുപോയി. പിന്നെ അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാടായി. ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ തപ്പി. ഒന്നും മലയാളത്തിൽ കിട്ടിയില്ല, എല്ലാം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള വീഡിയോ ആയിരുന്നു. അതൊക്കെ കണ്ട് ഞാൻ അവസാനം ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് മലയാളത്തിൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. എന്നെ കാണുന്ന ആർക്കെങ്കിലും ഇതൊന്ന് ഉപകാരപ്പെട്ടാലോ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ ഇങ്ങനെ മാറ്റി കൊടുക്കണം. ഓരോന്നായിട്ട് മാറ്റുമ്പോൾ ഇവിടെ ഒരു ഹോള് കാണും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അങ്ങനെ ഈ 3 നമ്പറിലും ആ ഹോള് കണ്ടെത്തണം കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ 3 നമ്പറിലും നമ്മൾ ഈ ഹോൾ ആക്കിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഹോള് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്നിട്ട് കുത്തി കാണിക്കുന്നത്. കാരണം ഞാൻ വേറെ വീഡിയോസിൽ കാണുമ്പോൾ എനിക്ക് ആ ഹോള് അങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഇത്ര വ്യക്തമായിട്ട് കാണിക്കുന്നത്. അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ 3 ഒരെണ്ണം വെച്ചിട്ട് മാറ്റണം. അതായത് ഇപ്പം ഞാൻ 4 മാറ്റി, പിന്നെ 2 മാറ്റി, പിന്നെ 4 മാറ്റി. അതായത് 3ലും ഓരോ നമ്പർ വെച്ചിട്ട് ഞാൻ മാറ്റി. അല്ലാതെ ഈ 3ലും ഒരെണ്ണം മാത്രം മാറ്റിയിട്ടല്ല ട്രൈ ചെയ്യാനുള്ളത്. 3ലും ഓരോ നമ്പർ വീതം മാറ്റണം. അങ്ങനെ മാറ്റി വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. അതങ്ങനെ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ കാണുന്നത് പോലെ ഓരോ നമ്പരും മാറ്റി ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ 080 ഇട്ടപ്പോഴേക്ക് എനിക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡൗട്ട് ഇതാണ്. അപ്പം നമ്മുടെ പെട്ടി ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്പർ ലോക്ക് കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റേ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്ക് ബായ്.